Hello everyone, welcome back to Students Focus. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൺസിഡറേഷൻ ആണ്. കൺസിഡറേഷൻ ബിസിനസ് ലോയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് പോർഷൻസിലൊന്നാണ് കൺസിഡറേഷൻ. നമ്മൾ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് പഠിച്ചപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ അതിന് ഒരു വാലിഡ് കൺസിഡറേഷൻ മസ്റ്റ് ആണെന്ന്. അതായത് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസിനും സംതിങ് ഇൻ റിട്ടേൺ ഉണ്ടാവണം. അത് ക്യാഷ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉണ്ട്, എന്തെങ്കിലും ക്യാഷ് ആയിട്ട് പേയ്മെൻറ്റ് വന്നാലേ കൺസിഡറേഷൻ ആവുള്ളൂ, അത് കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ എന്ന്. അങ്ങനെ ഇല്ല, കൺസിഡറേഷനിൽ ക്യാഷ് തന്നെ വേണമെന്നില്ല. അത് എന്തെങ്കിലും ബെനിഫിറ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ആവാം, എന്തെങ്കിലും റൈറ്റ് ആവാം, ചിലപ്പോൾ ചില ആൾക്ക് എന്തെങ്കിലും ലോസ് ആയിട്ടോ അങ്ങനെ എല്ലാം വരാം. അപ്പോൾ അതിൽ ക്യാഷ് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും റൈറ്റോ പ്രോഫിറ്റോ എന്തായാലും അതെല്ലാം കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യും. നമ്മൾ സെക്ഷൻ 2 ആണ് കൺസിഡറേഷൻ്റെ പാർട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 2 ക്ലോസ് ഡി. അത് എന്താ പറയുന്നത്? വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, അതായത് ഒരു പ്രോമിസറുടെ ഡിസയറിലാണ് കൺസിഡറേഷൻ മൂവ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദ പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ, അതായത് കൺസിഡറേഷൻ പ്രോമിസിക്ക് തന്നെ പേ ചെയ്യണമെന്നില്ല, എനി അതർ പേഴ്സണിന് വേണമെങ്കിൽ മറ്റാർക്ക് വേണമെങ്കിലും നമ്മൾക്ക് പേ ചെയ്യാൻ സാധിക്കും. ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ് or does or abstain from doing or promises to do or abstain from doing something. അതായത് പാസ്റ്റ് ആവാം, പ്രസൻ്റ് ആവാം, ഫ്യൂച്ചർ ആവാം. അല്ലാതെ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യത്തിന് ഇപ്പോൾ തന്നെ കൺസിഡറേഷൻ കൊടുത്താൽ അത് മാത്രമേ കൺസിഡറേഷൻ ആവുള്ളൂ എന്നില്ല. പാസ്റ്റ് കൺസിഡറേഷനും പ്രസൻറ്റ് കൺസിഡറേഷനും ഫ്യൂച്ചർ കൺസിഡറേഷനും വാലിഡ് ആണ്. അത് നമ്മൾ കൺസിഡറേഷനായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. സച്ച് ആൻ ആക്ട് ഓർ അബ്സ്റ്റിനൻസ് ഓർ പ്രോമിസ് ഈസ് കോൾഡ് കൺസിഡറേഷൻ ഫോർ ദ പ്രോമിസ്. അത് എന്തെങ്കിലും ആക്ട് ആവാം, അല്ലെങ്കിൽ അബ്സ്റ്റിനൻസ് ആവാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യലാവാം കൺസിഡറേഷൻ. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, എക്സാമ്പിൾ, ഞാൻ നിങ്ങൾക്കൊരു 5,000 റുപ്പീസ് തരാം. നിങ്ങൾ എൻ്റെ വീടിൻ്റെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പം നിങ്ങൾ അവിടെ ഡാൻസ് ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 5,000 റുപ്പീസ് തരാം. സോ അത് ഒരു ആക്ട് ചെയ്യലാണ്. അതിന് കൺസിഡറേഷനായിട്ട് വരുന്നത് ഒരു ആക്ട് ആവാം. ഇനി വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് തരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റ് തരുന്ന രീതിയിൽ ഒക്കെ ചെയ്യുവാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അത് നമുക്ക് കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ് ഉണ്ട്, അബ്സ്റ്റിനൻസ്. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യാതിരിക്കുന്നതെന്ന് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഞാനും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കരുത്, നിങ്ങൾ കേസ് കൊടുക്കാതിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് 50,000 റുപ്പീസ് തരാം. അപ്പോൾ അതിൽ നിങ്ങളെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയല്ല ആ പേയ്മെൻറ്റ് വരുന്നത്. അതിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ആ ട്രാൻസാക്ഷൻ വരുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ വലിയൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്ന് നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരു മെയിൻ സെൻറ്ററാണ്, എനിക്ക് കോടികളുടെ കച്ചവടം നടക്കുന്ന, ബിസിനസ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങളും അതുപോലെ തന്നെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങളവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങരുത്, കുറച്ച് മാറി തുടങ്ങണം, അല്ലെങ്കിൽ ഒരു 6-7 കിലോമീറ്റർ മാറിയിട്ട് തുടങ്ങിയാൽ മതി, ഇവിടെ എൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തുടങ്ങരുത്, ഞാൻ നിങ്ങൾക്കൊരു 2 lakhs റുപ്പീസ് പേ ചെയ്യാം. അതെന്തിനു വേണ്ടിയാണ്? അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയല്ലല്ലോ വന്നത്, അതിലെന്താണ്? ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. സോ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് സംതിങ് ആണ്. ഇനി നമ്മൾക്ക് ഈ ഡെഫിനേഷൻ അനുസരിച്ച് കൺസിഡറേഷൻ്റെ ലീഗൽ റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. പ്രോമിസറുടെ ഡിസയർ അനുസരിച്ചായിരിക്കണം കൺസിഡറേഷൻ എപ്പോഴും മൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രോമിസറുടെ ഇഷ്ടമില്ലാതെ, അല്ലെങ്കിൽ കൺസെൻറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ഡിസയറിലല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ട് അതിന് കൺസിഡറേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് ഒരിക്കലും അയാൾക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ബിയുടെ കുറച്ച് ഗുഡ്സ് കത്തിപ്പോയി. അതായത് ബി ഇപ്പോൾ ഗോഡൗണിൽ കുറച്ച് ഗുഡ്സ് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗുഡ്സ് കത്ത് പിടിച്ചപ്പോൾ എ അത് കണ്ടു, ഗുഡ്സ് കത്ത് പിടിക്കുന്നു. അപ്പോൾ എ പോയിട്ട് ആ ഗുഡ്സ്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം മുഴുവൻ കത്ത് പിടിക്കാതെ എ പോയി ആ ഫയറിൽ നിന്ന് ആ ഗുഡ്സിനെ രക്ഷിച്ചു. അതായത് മുഴുവൻ സാധനം കത്തിപ്പോവാതെ എ സഹായിച്ചു. അത് ശരിക്കും
ബി എയോട് പറഞ്ഞിട്ടല്ല ചെയ്തത്. ബിയുടെ കൺസെൻറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ബി പറയുവാണ് അവിടെ ഇരിക്കുന്ന ഗുഡ്സ് പോയി കത്തിപ്പോവാതെ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ഞാൻ പേയ്മെൻറ്റ് തരാം, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. എ അത് കണ്ടപ്പോൾ എ അങ്ങനെ ഒരു ആക്ട് ചെയ്തു, ഗുഡ്സ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ആ ഗുഡ്സ് കത്തുന്നതിൽ നിന്ന് സേവ് ചെയ്തു. അപ്പോൾ ആ കേസിൽ എയ്ക്ക് ഒരിക്കലും കൺസിഡറേഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ റിവാർഡ് കിട്ടിയില്ല എന്നും പറഞ്ഞ് ബിക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്ക് വേണമെങ്കിൽ ഇഷ്ടത്തിൽ തോന്നുവാണെങ്കിൽ അതിൻ്റെ ഗുഡ്സ് കത്തിപ്പോവാതെ സഹായിച്ചതല്ലേ എന്ന് വിചാരിച്ച് ബിക്ക് പൈസ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൺസിഡറേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ എക്ക് ഒരിക്കലും ബിയെ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല അതിനുള്ള റിവാർഡ് കിട്ടണം എന്ന് പറഞ്ഞിട്ട്. സെക്കൻഡ് വൺ, കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. കൺസിഡറേഷൻ പ്രോമിസിക്ക് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ പ്രോമിസിയുടെ സൈഡിൽ തന്നെ മൂവ് ചെയ്യണം എന്നൊന്നുമില്ല. അത് മറ്റൊരാൾക്ക് വേണമെങ്കിലും കൺസിഡറേഷൻ നമ്മൾക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതായത് സ്ട്രേഞ്ചർക്ക് വേണമെങ്കിലും സ്ട്രേഞ്ചർക്ക് കൺസിഡറേഷൻ കൊടുത്താലും അത് വാലിഡ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫോണിന് 10,000 റുപ്പീസാണ്. അപ്പോൾ ഞാൻ ആ ഫോൺ നിങ്ങൾക്ക് സെല്ല് ചെയ്യുന്നു. നമ്മൾ തമ്മിലൊരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നു, ആ ഫോൺ ഞാൻ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കിട്ടുന്ന 10,000 റുപ്പീസ് ഞാൻ പറയുവാണ് അത് നിങ്ങൾ എനിക്ക് തരണ്ട, ഒരു റാം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അപ്പോൾ നിങ്ങൾ റാമിന് കൊടുത്താൽ മതി. എനിക്ക് തരാതെ ആ 10,000 റുപ്പീസ് റാമിന് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ കൺസിഡറേഷൻ ഒരു തേർഡ് പാർട്ടിയിലേക്ക് മൂവ് ചെയ്തില്ലേ. അപ്പോൾ അതുപോലെ തന്നെ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. അതിൻ്റെ ഒരു ഫേമസ് കേസ് ലോ ഉണ്ട്, ചിന്നയ്യ വേഴ്സസ് രാമയ്യ. അതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഓൾഡ് ലേഡി അവരുടെ പ്രോപ്പർട്ടീസ് അവരുടെ മോളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇവർ പറഞ്ഞു ഒരു അങ്കിൾ ഉണ്ട്, ആ അങ്കിളിന് പൈസ കൊടുക്കണം ആനുറ്റി ആയിട്ട്. പൈസ ഇപ്പോൾ എക്സാമ്പിൾ എല്ലാ മാസവും ചിലവിന് നമ്മൾ പൈസ കൊടുക്കുന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലെ അങ്കിളിന് പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. മോളത് സമ്മതിച്ചു. ഇവരുടെ പ്രോപ്പർട്ടി മോളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ മോള് കുറച്ച് കുനിഷ്ഠബുദ്ധി ആയിരുന്നത് കൊണ്ട് പ്രോപ്പർട്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് മോള് അങ്കിളിനുള്ള പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു, അങ്കിളിന് പേയ്മെൻറ്റ് കൊടുത്തില്ല. അപ്പോൾ ഈ കേസിൽ ശരിക്കും അങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി അല്ലേ ഈ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അങ്കിളിന് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഈ മകൾക്കെതിരെ. അപ്പോൾ അങ്കിൾ അങ്ങനെ സ്യൂ ചെയ്തു. അതിനെന്താ വിധി വന്നത്? അങ്കിളിന് പേയ്മെൻറ്റ് കൊടുക്കാൻ ഈ കുട്ടി ബാധ്യസ്ഥയാണ്, അതുകൊണ്ട് ഈ ലേഡി അങ്കിളിന് പേയ്മെൻറ്റ് കൊടുക്കണം. ഈ ഗേൾ അവരുടെ മകള് അങ്കിളിന് പേയ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് വിധി വന്നത്. നെക്സ്റ്റ് വൺ, എക്സിക്യൂട്ടഡ് ആൻഡ് എക്സിക്യൂട്ടറി കൺസിഡറേഷൻ. കൺസിഡറേഷൻ നമ്മൾ ചെയ്ത് തീർത്ത കാര്യത്തിന് തന്നെ കൺസിഡറേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വരുന്നില്ല, അങ്ങനെയില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എ ബി ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുവാണ്. അപ്പോൾ അതിൽ എ ബിയുടെ അടുത്ത് പറയുവാണ് ഞാൻ 6,000 റുപ്പീസ് നിങ്ങൾക്ക് പേ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഒരു അതായത് വിത്തിൻ 1 മന്ത് കുറച്ച് വീറ്റ് ഡെലിവർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു 50 കിലോ ആണെന്ന് വിചാരിക്കുക. 50 കിലോ ഗോതമ്പ് എനിക്ക് നിങ്ങൾ തരണം. അപ്പോൾ ഇപ്പോൾ അവർക്ക് കൃഷി ഉണ്ടെന്ന് വിചാരിക്കുക, ഗോതമ്പ് കൃഷിയാണ്. അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ നല്ല ശുദ്ധമായ ഗോതമ്പ് 50 കിലോ എനിക്ക് തരണം, ഞാനിപ്പോൾ 6,000 റുപ്പീസ് പേ ചെയ്യാം. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, 6,000 റുപ്പീസ് ഇപ്പോഴേ പേ ചെയ്ത് കഴിഞ്ഞു, ശരിയല്ലേ? പക്ഷേ ബിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ല. അത് 1 മന്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മന്ത് ആകുമ്പോൾ എപ്പോഴാണോ ആ കൃഷി കഴിഞ്ഞിട്ട് ആ സാധനം ഡെലിവർ ചെയ്യുന്നത് അപ്പോഴേ ഒരാളുടെ പാർട്ട്, അതായത് ബിയുടെ പാർട്ട് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ കൺസിഡറേഷൻ അങ്ങനെ 2 രീതിയിലും ആവാം. ഒന്നുകിൽ ഇപ്പം തന്നെ ചെയ്യുന്നതാവാം. അപ്പോൾ ഇതിപ്പോൾ ഒരാളുടെ സൈഡിൽ നോക്കുമ്പോൾ എക്സിക്യൂട്ടഡ് ആണ്, പക്ഷേ മറ്റേയാളുടെ സൈഡിൽ നോക്കുമ്പോൾ എക്സിക്യൂട്ടറി ആണ്, അത് ചെയ്തിട്ടില്ല. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് കൺസിഡറേഷൻ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. നമ്മളുടെ പ്രസൻറ്റ് ആക്ടിവിറ്റീസിൽ പ്രസൻറ്റ് കൺസിഡറേഷൻ മാത്രമേ വാലിഡ് ആവൂ, അങ്ങനെയില്ല. പാസ്റ്റ് കൺസിഡറേഷൻ ആണെങ്കിലും പ്രസൻറ്റ് കൺസിഡറേഷൻ ആണെങ്കിലും ഫ്യൂച്ചർ കൺസിഡറേഷൻ ആണ് അത് വാലിഡ് ആണ്. പക്ഷേ അത് ഇറ്റ് മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. ഇനി നമ്മളിപ്പോൾ അതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ എ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ബിക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെട്ടു, ബിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ബിക്ക് എയുടെ ആ വർക്കും ആ സർവീസ് എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ പൈസ കൊടുക്കാമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക. പക്ഷേ ആ വർക്ക് ചെയ്തത് നല്ല അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് പറയുവാണ്, അല്ല ബി എയുടെ അടുത്ത് പറയുവാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് പറയുവാണോ, നീ കഴിഞ്ഞ ആഴ്ച ചെയ്ത വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിനക്ക് അതിന് വേണ്ടി ഒരു 10,000 റുപ്പീസ് തരാം.
അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ കേസിൽ ബി പ്രോമിസ് ചെയ്തു, ഓക്കെ ആ പൈസ തരാം, കോമ്പൻസേഷൻ തരാം. ആ ആക്ടിവിറ്റി ശരിക്കും ഒരാഴ്ച മുമ്പ് ചെയ്തു പോയതാണ്, പക്ഷേ കോമ്പൻസേഷൻ തരാം, ഞാൻ നിനക്ക് 10,000 റുപ്പീസ് തരാമെന്ന് ബി പ്രോമിസ് ചെയ്തു. ആ കേസിൽ എക്ക് വേണമെങ്കിൽ ബിക്കെതിരെ കേസ് കൊടുക്കാം ആ പൈസ കിട്ടാൻ വേണ്ടി. ആ പൈസ ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് പിന്നെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്ന് പറഞ്ഞ് ബിക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട് എക്ക് സാധിക്കും. ഇനി കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്. കൺസിഡറേഷൻ ആ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ സർവീസിൻ്റെ സെയിം വാല്യൂവിനാവണം എന്ന് ഒരു നിർബന്ധവുമില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 5 lakhs റുപ്പീസിൻ്റെ പ്രോപ്പർട്ടി മിസ്റ്റർ എയുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. മിസ്റ്റർ എ അത് മിസ്റ്റർ ബിക്ക് സെല് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അവർ തമ്മിൽ എഗ്രിമെൻ്റ് ഒക്കെ വയ്ക്കുന്നു. അതിന് വാല്യൂ പറഞ്ഞേക്കുന്നത് 1 lakh റുപ്പീസാണ്. ശരിക്കും 5 lakhs റുപ്പീസിൻ്റെ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇവരുടെ എഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ ഇവരുടെ ഓഫറിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. അപ്പോൾ അത് വാലിഡ് അല്ലേ? വാലിഡാണ്. കാരണം 5 lakhs റുപ്പീസ് വാല്യൂ ഉള്ള പ്രോപ്പർട്ടി 5 lakhsന് തന്നെ കൊടുത്താലേ അത് കറക്റ്റ് കൺസിഡറേഷൻ ആവുന്നില്ല. നമ്മൾക്ക് കൺസിഡറേഷൻ വേണമെന്നേ ഉള്ളൂ, അല്ലാതെ അത് ആഡിക്വേറ്റ് ആവണമെന്നില്ല. പക്ഷേ അതിൽ ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ പ്രോപ്പർട്ടി കൊടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ ഒരു പ്രോമിസ് കൊടുത്തു, അത് കഴിഞ്ഞ് പിന്നെ എ പറയുവാണ് എനിക്ക് അൺഡ്യൂ ഇൻഫ്ലുവൻസ് എൻ്റെ മേലിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോപ്പർട്ടി 5 lakhs റുപ്പീസിൻ്റെ പ്രോപ്പർട്ടി 1 lakhs റുപ്പീസിന് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് സമ്മതിച്ചതെന്ന് പറഞ്ഞാൽ അപ്പം അതിൽ പ്രോബ്ലം വരും. അങ്ങനെ അല്ലാത്തിടത്തോളം നമ്മൾക്ക് കൺസിഡറേഷൻ ആഡിക്വേറ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ 10,000 റുപ്പീസിൻ്റെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങളോട് പറയുകയാണ് ഞാൻ 2,000 റുപ്പീസിന് നിങ്ങൾക്ക് സെല്ല് ചെയ്തേക്കാം. അപ്പോൾ 2,000 റുപ്പീസിന് സെല്ല് ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ലാത്തിടത്തോളം അത് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ആണ്. അല്ല അത് കൃത്യം അതിൻ്റെ വാല്യൂ ഇപ്പോൾ 10,000 റുപ്പീസിൻ്റെ ഫോണല്ലേ, അപ്പോൾ 2,000 റുപ്പീസിന് സെല്ല് ചെയ്താൽ അത് കറക്റ്റ് അല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. കൺസിഡറേഷൻ ഉണ്ടാവണേ എന്നുള്ളൂ, അത് ആഡിക്വേറ്റ് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, പ്രൊവൈഡഡ് ഫ്രീ കൺസെൻറ്റ് ഉണ്ടായിരിക്കണം. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് പെർഫോമൻസ് ഓഫ് വാട്ട് വൺ ഈസ് ലീഗലി ബൗണ്ട് ടു പെർഫോം. അതായത് ലീഗലി ഒരാൾ ചെയ്യേണ്ട ആക്ടിവിറ്റി തന്നെ അയാൾ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾക്ക് കൺസിഡറേഷനായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വിറ്റ്നസ് എന്തെങ്കിലും ഒരു ഇപ്പം നമ്മൾ ഫിലിമിലൊക്കെ കാണുന്നത് പോലെ എന്തെങ്കിലും ഒരു കാര്യം കണ്ട ഒരു വിറ്റ്നസ് അവർ കണ്ടു എന്നുള്ള കാര്യം കോടതിയിൽ പറയുന്നു. അത് ശരിക്കും ആ വിറ്റ്നസ് ചെയ്യേണ്ട കാര്യമാണ്. അതിന് നമ്മൾ കുറച്ച് പേയ്മെൻറ്റ് കൊടുക്കുകയാണ് അയാൾക്ക്. ഇങ്ങനെ വന്ന് കോടതിയിൽ വന്ന് പറയുവാണെങ്കിൽ ഞാനൊരു 50,000 റുപ്പീസ് തരാം. അപ്പോൾ അതെന്താണ്? അത് വോയിഡാണ്. കാരണം ലീഗലി ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതിന് നമ്മൾ പിന്നെ ഒരു എക്സ്ട്രാ കൺസിഡറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ അങ്ങനെ നമ്മൾ കൺസിഡറേഷൻ കൊടുത്താൽ അത് വോയിഡ് ആവുകയാണ്. ശരിക്കും ലീഗലി അവരത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. പിന്നെ ലീഗലി ചെയ്യേണ്ട കാര്യങ്ങൾ കൂടാതെ അതിന് എക്സ്ട്രാ ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്താൽ അത് സെപ്പറേറ്റ് ആണ്. പക്ഷേ ലീഗലി ചെയ്യേണ്ട ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ അത് ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് കൺസിഡറേഷൻ മസ്റ്റ് ബി റിയൽ ആൻഡ് പോസിബിൾ. അതായത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ കൺസിഡറേഷൻ പറയുമ്പോൾ അത് റിയൽ ആയിരിക്കണം, നമ്മൾക്കത് ഇല്യൂഷണറി ഒന്നും ആയിരിക്കരുത്. അതായത് നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കണം, കൺസിഡറേഷനായിട്ട് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, നിങ്ങൾ എനിക്കൊരു 5 lakhs റുപ്പീസ് തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൂര്യനെ പിടിച്ചു തരാം, അല്ലെങ്കിൽ സൂര്യൻ്റെ തൊട്ടടുത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അങ്ങനെ പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ശരിക്കും സൂര്യൻ റിയൽ അല്ലേ? റിയലാണ്. പക്ഷേ അവിടെ പോവുക അല്ലെങ്കിൽ സൂര്യനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞാൽ അത് പോസിബിളായ കാര്യമാണോ? അല്ല. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ എനിക്ക് 10 lakhs റുപ്പീസ് തരുവാണെങ്കിൽ ഞാൻ മാജിക്കിലൂടെ ഒരു നിധി നിങ്ങൾക്ക് തരാം, ഒരു കോടികൾ വിലയുള്ള നിധി ഞാൻ നിങ്ങൾക്ക് തരാം, മാജിക്കിലൂടെ ഉണ്ടാക്കി തരാം. അപ്പോൾ അതും റിയൽ ആൻഡ് പോസിബിൾ തിങ് ആണോ? അല്ല, റിയലും പോസിബിളായ കാര്യമല്ല. സോ അങ്ങനെ ആവാൻ പാടില്ല. നമ്മളുടെ കൺസിഡറേഷൻ എപ്പോഴും റിയൽ ആൻഡ് പോസിബിൾ ആയിരിക്കണം. ആ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, നിങ്ങൾ എനിക്കൊരു 1 lakh റുപ്പീസ് തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഡയമണ്ട് നെക്ലസ് തരാം, അല്ലെങ്കിൽ ഒരു സ്വർണത്തിൻ്റെ മാല തരാം. അപ്പം അങ്ങനെ ഇതൊക്കെ പറഞ്ഞാൽ അത് ഓക്കെയാണ്. അതല്ലാതെ നമ്മളിപ്പോൾ സൂര്യനെ തരാം, അല്ലെങ്കിൽ ചന്ദ്രനെ തരാം, അല്ലെങ്കിൽ ഒരു നിധി കണ്ടുപിടിച്ച് തരാം, നിധി മാജിക്കിലൂടെ ഉണ്ടാക്കി തരാം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് റിയൽ അല്ല, പോസിബിൾ അല്ല. സോ കൺസിഡറേഷൻ എപ്പോഴും റിയൽ ആൻഡ് പോസിബിൾ ആയിരിക്കണം. പിന്നെ കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി അൺലോഫുൾ, ഇമ്മോറൽ ഓർ ഒപ്പോസ് ടു പബ്ലിക് പോളിസി. നമ്മളുടെ കൺസിഡറേഷൻ ഒരിക്കലും ഇമ്മോറലോ അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരോ ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളായിരിക്കരുത് കൺസിഡറേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ, ഒരാൾ മറ്റൊരാൾക്ക് പ്രോമിസ് ചെയ്യുവാണ്, നിങ്ങൾ എനിക്കൊരു 50,000 രൂപ തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു
ഗവൺമെൻറ് കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഞാൻ നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തരാം. അപ്പോൾ നോർമലി ഇപ്പോൾ നമ്മളുടെ ഇവിടെ വെച്ചാണെങ്കിൽ PSC എൻട്രൻസ് അല്ലെങ്കിൽ PSCയുടെ എക്സാം എഴുതി കിട്ടേണ്ട ജോലിയാണ്. ആ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ എടുക്കുന്നതെല്ലാം PSC എക്സാം എഴുതി പാസ്സായി എടുക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക, ഒരു ഗവൺമെൻറ് എൻ്റർപ്രൈസ്. അപ്പോൾ ഒരാൾ പറയുവാണ്, നിങ്ങൾ എനിക്ക് 50,000 റുപ്പീസ് തന്ന് ഞാൻ നിങ്ങൾക്ക് അവിടെ നല്ലൊരു പോസ്റ്റിൽ ജോലി വാങ്ങിച്ചു തരാം. അതെന്താണ്? അത് പബ്ലിക് പോളിസിക്ക് എതിരാണ്. സോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ അത് പറ്റില്ല. കൺസിഡറേഷൻ എപ്പോഴും നമുക്ക് ലോഫുള്ളായിരിക്കണം, അൺലോഫുൾ ആവാനായിട്ട് പാടില്ല. ഇനി നമ്മളുടെ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെടുന്ന പാർട്ടീസിന് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും സ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഞാനും നിങ്ങളും തമ്മിലാണ് ഒരു കോൺട്രാക്റ്റ് എങ്കിൽ നിങ്ങൾ ആ കോൺട്രാക്റ്റിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാം. ഇനി ഞാൻ കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെയാണ് ചെയ്യാത്തതെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാം. അതല്ലാതെ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് അപ്പുറത്ത് കണ്ടുകൊണ്ട് നിൽക്കുന്നു, നമ്മൾക്ക് എന്തെങ്കിലും ഒരു പേരിടാം, ഇപ്പോൾ ഒരു ആശ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന അടുത്ത്. അപ്പോൾ ഈ ആശയ്ക്ക് കൊണ്ട് എനിക്കെതിരെ ഞാൻ കറക്റ്റായിട്ട് അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആശയ്ക്ക് കൊണ്ട് എനിക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ആ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുന്ന പാർട്ടീസിന് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ട് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സ്ട്രേഞ്ചർക്ക് ഒരിക്കലും കോൺട്രാക്റ്റിലെ പാർട്ടീസിന് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതാണ് നമ്മുടെ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ്. നമ്മൾക്ക് സ്ട്രേഞ്ചർ ടു കൺസിഡറേഷൻ ആവാം, ബട്ട് സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് പറ്റില്ല. ഈ റൂളിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. നമ്മൾക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ദ കേസ് ഓഫ് ട്രസ്റ്റ്. അതായത് ഒരു ബെനിഫിഷ്യറിക്ക് ആ ബെനിഫിഷ്യറി ആ കോൺട്രാക്റ്റിലെ തേർഡ് പാർട്ടി ആണെങ്കിലും അതായത് സ്ട്രേഞ്ചർ ആണെങ്കിലും ആ ബെനിഫിഷ്യറിക്ക് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഫോൺ സെല്ല് ചെയ്യുന്നു, നിങ്ങളതിൻ്റെ വാല്യൂ 10,000 റുപ്പീസ് എനിക്ക് തരണ്ട, മിസ്റ്റർ റാമിന് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? ആ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ ബെനിഫിഷ്യറി മിസ്റ്റർ റാമാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ മിസ്റ്റർ റാം സ്ട്രേഞ്ചർ ആണെങ്കിൽ കൂടെ മിസ്റ്റർ റാമിന് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും, അദ്ദേഹം ബെനിഫിഷ്യറി ആയതുകൊണ്ട്. ഇനി ഇൻ ദ കേസ് ഓഫ് എ ഫാമിലി സെറ്റിൽമെൻറ്റിൻ്റെ കേസിൽ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു അമ്മയുടെ പേരിലുള്ള പ്രോപ്പർട്ടീസ് 2 മക്കൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, 2 മക്കൾക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മക്കൾ പറഞ്ഞു 10,000 റുപ്പീസ് വെച്ചിട്ട് ഈ മക്കൾ തമ്മിൽ എഗ്രി ചെയ്യുവാണ്, ഞാനും 10,000 ഇടാം, നീയും 10,000 ഇടണം. അങ്ങനെ എല്ലാ മാസവും നമ്മൾക്ക് രണ്ടുപേർക്കും 10,000 റുപ്പീസ് ഇട്ടിട്ട് അമ്മയ്ക്ക് മാസം 20,000 റുപ്പീസ് കൊടുക്കാം. അങ്ങനെ ഇവർ തമ്മിൽ കോൺട്രാക്റ്റൊക്കെ ആയി. അപ്പോൾ ഈ കോൺട്രാക്റ്റിനെ സംബന്ധിച്ച് അമ്മ ആരാണ്? തേർഡ് പാർട്ടിയാണ്. കാരണം ഈ മക്കൾ തമ്മിലാണ് പ്രോമിസ് ആൻഡ് എഗ്രിമെൻറ്റ് നടത്തിയേക്കുന്നത്, ഇവർ തമ്മിലാണ് സംസാരിച്ച് ധാരണയായിരിക്കുന്നത്, ഓഫർ വെച്ചിരിക്കുന്നതും എഗ്രിമെൻറ്റും എല്ലാം. പക്ഷേ ഈ കോൺട്രാക്റ്റിൽ അമ്മ തേർഡ് പാർട്ടിയാണ്, സ്ട്രേഞ്ചർ ആണെങ്കിൽ കൂടെ കൃത്യമായിട്ട് ഇവർ പേയ്മെൻറ്റ് അമ്മയ്ക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇവർക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മളുടെ നോർമൽ റൂൾ എന്താണ്? സ്ട്രേഞ്ചർ കേസ് കൊടുക്കാൻ സാധിക്കില്ല, സ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഫാമിലി സെറ്റിൽമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ സ്ട്രേഞ്ചർക്ക് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു അച്ഛൻ പ്രോപ്പർട്ടി മക്കൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അച്ഛൻ ഒരു മകന് മാത്രം പ്രോപ്പർട്ടി ഒന്നും കൊടുത്തില്ല, ബാക്കി എല്ലാ മക്കൾക്കും ഇന്ന രീതിയിൽ പ്രോപ്പർട്ടി കൊടുക്കാം, എല്ലാം എഗ്രിമെൻ്റ് ഒക്കെ വയ്ക്കുന്നു. അപ്പോൾ ആ മകൻ ഈ കോൺട്രാക്റ്റിലെ അംഗമല്ലെങ്കിൽ കൂടെ ആ മകന് കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻ ദ കേസ് ഓഫ് സർട്ടൺ മാരേജ് കോൺട്രാക്ട്സ് ഓർ അറേഞ്ച്മെൻറ്റ്സ്. അതായത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ HUFൻ്റെ കേസിൽ ഗേൾസിൻ്റെ മാരേജ് പ്രോപ്പറായിട്ട് നടത്തി വിടേണ്ടതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് മെയിൽ മെമ്പേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ മെയിൽ മെമ്പേഴ്സ് അത് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഗേൾസിന് അവർക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗേൾ ശരിക്കും തേർഡ് പാർട്ടി ആണെങ്കിൽ കൂടെ അവർക്കെതിരെ ഇപ്പോൾ ഒരു കല്യാണം നടത്തി, അപ്പോൾ കല്യാണത്തിൻ്റെ എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്, അപ്പോൾ അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ അടുത്ത് മോശമായിട്ടൊക്കെ പെരുമാറി, അപ്പോൾ കറക്റ്റായിട്ട് നോക്കുന്നില്ല, പൈസയൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നം ഹസ്ബൻഡും വൈഫും തമ്മിലൊരു വഴക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ ഹസ്ബൻഡ് ഈ വൈഫിൻ്റെ ഫാദറിനോട് പറയുവാണ്, വൈഫിൻ്റെ ഫാദർ ഇടപെട്ടോ, പാരൻസ് ഇടപെടുമല്ലോ. അപ്പോൾ വൈഫിൻ്റെ ഫാദർ സംസാരിച്ചപ്പം ഈ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഇനി ഞാൻ വൈഫിനെ നന്നായിട്ട് നോക്കിക്കോളാം, ചിലവിനൊക്കെ കൊടുത്തോളാം, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തോളാം, എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് നഷ്ടപരിഹാരമായിട്ട് ഇപ്പോൾ 1 കോടി രൂപ തന്നേക്കാം. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു എന്ന് വിചാരിക്കാം.
എന്നിട്ട് ഹസ്ബൻഡ് പറഞ്ഞത് ആരുടെ അടുത്താണ്? വൈഫിൻ്റെ ഫാദറിൻ്റെ അടുത്താണ്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് പിന്നെയും വൈഫിൻ്റെ കാര്യം നോക്കുന്നില്ല, വൈഫിനോട് മോശമായിട്ട് പെരുമാറുന്നു, ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. ഈ കേസിൽ ശരിക്കും നമ്മളുടെ വൈഫ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയാണ്. കാരണം ഇത് സംസാരിച്ചിരിക്കുന്നത് വൈഫിൻ്റെ ഫാദറും തമ്മിലാണ്. വൈഫ് തേർഡ് പാർട്ടി ആണെങ്കിൽ കൂടെ വൈഫിന് അങ്ങനെയുള്ള കേസിൽ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഹസ്ബൻഡിനെതിരെ. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് അസൈൻമെൻറ്റ് ഓഫ് എ കോൺട്രാക്ട്, നമ്മൾ അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റിൻ്റെ ബെനിഫിറ്റ് മറ്റാർക്കെങ്കിലും കൊടുക്കുക, നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അതിനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. ഇപ്പം മിസ്റ്റർ എ എനിക്ക് 5 lakhs rupees തരാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പം മിസ്റ്റർ എ പെട്ടെന്ന് തരാത്തതുകൊണ്ട് എനിക്കൊരു പേടി, മിസ്റ്റർ എ തരുമോ ഇനി തരാതിരിക്കുമോ എങ്ങനെയാണെന്ന് എനിക്കൊരു പേടി. 5 lakhs rupees ഉണ്ടല്ലോ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ എനിക്കൊരു 4,50,000 rupees തന്നാൽ മതി. എന്നിട്ട് നിങ്ങൾ എയുടെ അടുത്തുനിന്ന് ആ 5 lakhs rupees നിങ്ങൾ മേടിച്ചോ. 50,000 rupees പോകുന്നത് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പോൾ 4,50,000 എനിക്ക് തരിക, നിങ്ങൾ എയുടെ അടുത്തുനിന്ന് 5 lakhs rupees മേടിച്ചോ, എനിക്ക് കുഴപ്പമില്ല. അപ്പം ഞാൻ എനിക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നു. നിങ്ങൾ എനിക്ക് 4,50,000 rupees തന്നു. നിങ്ങൾക്ക് എയുടെ കയ്യിൽ നിന്ന് 5 lakhs rupees കിട്ടേണ്ടത് ആർക്കാണ്? നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, എ പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ എക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ശരിക്കും ഞാനും എയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ നിങ്ങൾ തേർഡ് പാർട്ടിയാണ്, പക്ഷേ ആ ബെനിഫിറ്റ് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നതുകൊണ്ട് നിങ്ങൾക്ക് എക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, അക്നോളജ്മെൻറ്റ് ഓർ എസ്റ്റോപ്പൽ. അതിപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ, അതിനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എമ്മിന് ഒരു 30,000 rupees കൊടുക്കാനുണ്ട്. നമുക്ക് നമ്മുടെ എ ബി തന്നെ ഇടാം. എ ബിക്ക് ഒരു 30,000 rupees കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എ ബിക്ക് കൊടുക്കാനുള്ള ക്യാഷ് സിയുടെ കയ്യിൽ കൊടുത്തു വിടുവാണ്. സിയുടെ കയ്യിൽ കൊടുത്തിട്ട് എ പറയുവാണ്, സിയുടെ കയ്യിൽ ഇങ്ങനെ 30,000 rupees കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സിയുടെ കയ്യിൽ കൊടുത്തു വിടുവാണ്. അപ്പോൾ സിയും ബിയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾക്ക് തരാനുള്ള 30,000 rupees എ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാഷ് കയ്യിൽ വരുമ്പോൾ ചിലപ്പോൾ ആളുകളുടെ സ്വഭാവമൊക്കെ മാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് സിക്ക് തോന്നി, ഞാനെന്തിനാ വെറുതെ ക്യാഷ് കൊടുക്കുന്നതെന്ന് വിചാരിച്ച് സി ക്യാഷ് കൊടുത്തില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾക്ക് സിക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും എയും ബിയും തമ്മിലാണ് ക്യാഷ് ട്രാൻസാക്ഷൻ, പക്ഷേ സിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, സി അത് അക്നോളജ് ചെയ്തതാണ്, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, നിങ്ങൾക്ക് തരാനുള്ളതാണ്, ഞാൻ കൊണ്ട് തരാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ പിന്നെ കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അയാൾക്കെതിരെ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇൻ ദ കേസ് ഓഫ് കവനന്റ് റണ്ണിങ് വിത്ത് ദ ലാൻഡ്, ദ പേഴ്സൺ ഹൂ പർച്ചേസസ് ദ ലാൻഡ് വിത്ത് നോട്ടീസ് ദറ്റ് ദ ഓണർ ഓഫ് ലാൻഡ് ഈസ് ബൗണ്ട് ബൈ സർട്ടൻ ഡ്യൂട്ടീസ് അഫക്റ്റിംഗ് ലാൻഡ്. The covenant affecting the land may be enforced by the successor of the seller. അതായത് നമ്മൾ ഏതെങ്കിലും ലാൻഡൊക്കെ സെല്ല് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മിസ്റ്റർ എയുടെ കയ്യിൽ കുറേ ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ കുറച്ച് ലാൻഡ് ഒരു അഗ്രികൾച്ചർ ലാൻഡിൻ്റെ സൈഡിലായിട്ടാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്. 2 ഏക്കർ സ്ഥലത്തിൽ ഒരു 50 സെൻറ്റ് സ്ഥലം മിസ്റ്റർ എ സെല്ല് ചെയ്യുവാണ്. ആ 50 സെൻറ്റ് സ്ഥലത്തിനോട് ചേർന്നിരിക്കുന്ന ബാക്കി 1.5 ഏക്കർ സ്ഥലം അഗ്രികൾച്ചർ ലാൻഡാണ്. അതിനോട് ചേർന്ന് ബാക്കിയും കുറേ പേര് അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 50 സെൻറ്റ്സ് സെല്ല് ചെയ്യാൻ നേരത്ത് മിസ്റ്റർ എ പറഞ്ഞു, ആ മേടിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞു, ചുറ്റും അഗ്രികൾച്ചർ ലാൻഡ് ആയതുകൊണ്ട് നിങ്ങളിവിടെ കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യരുത്, അതായത് ഭയങ്കര ഹെവി കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഈ അഗ്രികൾച്ചറിനെ ബാധിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നിവർ എഗ്രിമെൻറ്റ് വയ്ക്കുകയാണ്. അപ്പം ബൈ ചെയ്യുന്ന ആൾ സമ്മതിച്ചു. അങ്ങനെ അവർ ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ അഗ്രികൾച്ചറിന് പ്രശ്നം വരുന്ന രീതിയിൽ ഞങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ ഉടമ്പടി ഉണ്ടാക്കി അങ്ങനെ സ്ഥലം വിറ്റു. ആ സ്ഥലം വാങ്ങിക്കുന്ന ആളും ശരിക്കും അതിൻ്റെ ഓണറും തമ്മിലാണ് എഗ്രിമെൻറ്റ്. പക്ഷേ അയാളുടെ സക്സസേഴ്സ്, അതായത് അയാളുടെ കഴിഞ്ഞ് വേറെ ആരാണോ മേടിക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ മക്കളോ, അവരൊക്കെ ഈ കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ശരിക്കും അവരായിട്ടല്ലല്ലോ എഗ്രിമെൻറ്റ്, പക്ഷേ എന്നാലും അവർ സ്ട്രേഞ്ചർ ആണെങ്കിൽ കൂടെ അവർ ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്യണം. ഇനി കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ത്രൂ ആൻ ഏജൻറ്റ്. അതായത് അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളായിട്ടൊരു എഗ്രിമെൻറ്റ് വെക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കിപ്പം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് അവിടം വരെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഒരു ഏജൻറ്റിനെ വിടുന്നു ഒരു എഗ്രിമെൻറ്റ് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എൻ്റെ ഒരു ഏജൻറ്റിനെ വിടുന്നു. അപ്പോൾ ഏജൻറ്റ് മിസ്റ്റർ എ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മിസ്റ്റർ എ നിങ്ങളുടെ അടുത്ത് വരുന്നു, നിങ്ങളായിട്ട് എഗ്രിമെൻ്റ് ഒക്കെ വയ്ക്കുന്നു, കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ശരിക്കും കോൺട്രാക്റ്റിലെ പാർട്ടീസ് ആരാണ്? നിങ്ങളും മിസ്റ്റർ എയും ആണ്.
പക്ഷേ മിസ്റ്റർ എ ആർക്ക് വേണ്ടിയാണ് ആക്ട് ചെയ്തത്? എനിക്ക് വേണ്ടിയാണ്. അതായത് പ്രിൻസിപ്പളായ എനിക്ക് വേണ്ടി ഏജൻ്റായിട്ടാണ് മിസ്റ്റർ എ നിങ്ങളുടെ അടുത്ത് വന്നതും സംസാരിച്ചതും എഗ്രിമെൻ്റ് വെച്ചതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കേസിൽ എനിക്ക് നിങ്ങൾക്കെതിരെ സ്യൂ ചെയ്യേണ്ട ആവശ്യം വരുവാണെങ്കിൽ സ്യൂ ചെയ്യാനായിട്ട് സാധിക്കും, ഞാൻ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റ് ആണെങ്കിൽ കൂടെ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് വാലിഡിറ്റി ഓഫ് ആൻ എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. നമ്മളുടെ ജനറൽ റൂൾ എന്താണ്? നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു എഗ്രിമെൻറ്റ് വാലിഡ് ആവണമെങ്കിൽ അതിന് കൺസിഡറേഷൻ മസ്റ്റ് ആണ്. അപ്പോൾ വിത്തൗട്ട് കൺസിഡറേഷൻ നോ കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കൺസിഡറേഷൻ ഉണ്ടെങ്കിലേ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവുന്നുള്ളൂ. സെക്ഷൻ 25 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വിത്തൗട്ട് കൺസിഡറേഷൻ ആൻ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് എന്ന്. അപ്പോൾ ഈ ലോയ്ക്ക് അല്ലെങ്കിൽ ഈ റൂളിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചില കേസസിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിലും ആ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ കേസാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, വെൻ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് ബൈ എ രജിസ്റ്റേർഡ് ഡീഡ് ഇൻ നിയർ റിലേഷൻ ടു ഈച്ച് അതർ ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. നമ്മളുടെ സ്നേഹം കൊണ്ട്, അതായത് നമ്മൾ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റേർഡ് ഡീഡ് ത്രൂ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ നമ്മൾ നിയർ റിലേഷനിലുള്ള ആൾക്ക്, നിയർ റിലേഷനിൽ പെടുന്ന ആൾക്ക് നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണം. എന്തുകൊണ്ടായിരിക്കണം? ഔട്ട് ഓഫ് നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ. അങ്ങനെയുള്ള കേസിൽ നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്താൽ അത് വിത്തൗട്ട് കൺസിഡറേഷൻ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് വാലിഡ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഹസ്ബൻഡിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി അതിൽ കുറച്ച് വൈഫിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ കേസിൽ വൈഫിൻ്റെ ഭാഗത്ത് നിന്ന് ഹസ്ബൻഡ് എന്തെങ്കിലും കൺസിഡറേഷൻ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ എന്നാലും ആ എഗ്രിമെൻറ്റ് വാലിഡ് ആണ്. അല്ലെങ്കിൽ ഒരു ഫാദറിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി മകൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫാദറിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി ഫാദർ മകൾക്ക് കൊടുക്കുമ്പോൾ മകൾ എന്തെങ്കിലും പേയ്മെൻറ്റ് തിരിച്ചു കൊടുക്കണോ? വേണ്ട. അപ്പം അങ്ങനെ കൊടുത്തില്ലെങ്കിലും സ്നേഹം കൊണ്ട് മകളെന്നുള്ള സ്നേഹവും അഫെക്ഷനും എല്ലാം കൊണ്ട് ഫാദർ രജിസ്റ്റേർഡ് ഡീഡ് മുഖേന പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ എഗ്രിമെൻറ്റ് വാലിഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് കോമ്പൻസേഷൻ ഫോർ പാസ്റ്റ് വോളണ്ടറി സർവീസസ്. പാസ്റ്റിൽ വോളണ്ടറി ആയിട്ട് ചെയ്ത എന്തെങ്കിലും ആക്ടിവിറ്റീസിന് കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോമ്പൻസേഷനായിട്ട് എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, മിസ്റ്റർ റാം എനിക്കിപ്പോൾ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസിൻ്റെ കുറേ ലോസും അതിൻ്റെ കാര്യങ്ങളൊക്കെ മിസ്റ്റർ റാമിന് അറിയാവുന്നത് കൊണ്ട് മിസ്റ്റർ റാം ആ കേസ് ജയിക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തു. അതിനാവശ്യമുള്ള പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ മിസ്റ്റർ റാമിൻ്റെ ഹെൽപ്പ് കൊണ്ട് ഞാൻ ആ കേസ് ജയിച്ചു. അപ്പോൾ അത് പാസ്റ്റിൽ നടന്ന ഒരു ആക്ടിവിറ്റി അല്ലേ, പാസ്റ്റിൽ വോളണ്ടറി ആയിട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ മിസ്റ്റർ റാമിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം അങ്ങനെയൊന്നും എഗ്രിമെൻറ്റ് വെച്ചതനുസരിച്ചൊന്നും ചെയ്തതല്ല. എൻ്റെ അടുത്തുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ആ ഒരു കമ്പനിയുടെ ബേസിൽ റാം എന്നെ ഹെൽപ്പ് ചെയ്തു, ഞാൻ ആ കേസ് ജയിച്ചു. അപ്പം അങ്ങനെയുള്ള കേസിൽ ഇപ്പം എനിക്ക് തോന്നുവാണ് ഓക്കെ റാം കാരണമല്ലേ ഞാൻ ആ കേസ് ജയിച്ചത്, അപ്പോൾ റാമിന് കോമ്പൻസേഷനായിട്ട് ഒരു 50,000 റുപ്പീസ് കൊടുത്തേക്കാം. അപ്പോൾ റാമിന് ഞാൻ 50,000 റുപ്പീസ് കോമ്പൻസേഷനായിട്ട് കൊടുക്കുമ്പോൾ റാം പിന്നെ എനിക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് തന്നാലേ അത് വാലിഡ് ആവുള്ളൂ എന്നുണ്ടോ? ഇല്ല. പാസ്റ്റിൽ ചെയ്ത വോളണ്ടറി ആയിട്ട് ചെയ്തൊരു ആക്ടിവിറ്റിയാണ്, പക്ഷേ എനിക്ക് കൺസിഡറേഷൻ കൊടുക്കുമ്പോൾ അത് വാലിഡ് ആണ്. ഇനി നെക്സ്റ്റ്, പ്രോമിസ് ടു പേ ടൈം ബാർഡ് ഡെറ്റ്. നമ്മൾ ടൈം ബാർഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പൈസ തരാനുണ്ടെന്ന് വിചാരിക്കുക, ഞാൻ നിങ്ങൾക്കൊരു 1 lakh റുപ്പീസ് തരാനുണ്ട്, പക്ഷേ ഞാനത് തന്നിട്ടില്ല. അപ്പോൾ നമ്മളുടെ ലിമിറ്റേഷൻ ആക്ട് അനുസരിച്ച് നമ്മൾക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ വിത്തിൻ 3 years അത് സ്യൂ ചെയ്യണം. നമ്മളങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഡെറ്റ് ഇപ്പോൾ നമ്മൾ പറയുക ആ ഡെറ്റ് ഇല്ലാതെയാവും എന്ന് പറഞ്ഞാൽ ആ ഡെറ്റ് പിന്നെ നിങ്ങൾക്ക് അതിന് ശേഷം 3 വർഷത്തിന് ശേഷം നമുക്ക് സ്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് ടൈം ബാർഡ് ഡെറ്റായിട്ട് മാറും. അപ്പം നിങ്ങൾ ഇപ്പം മറന്നുപോയി എന്ന് വിചാരിക്കുക, ഞാൻ പൈസ തരാനുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി, ഞാൻ പൈസ തരേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ കേസൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് ശേഷം നിങ്ങൾക്കൊരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ കേസ് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അത് ടൈം ബാർഡ് ഡെറ്റായിപ്പോയി. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ടൈം ആ ഡെറ്റിനെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് ടൈം ബാർഡ് ഡെറ്റ്. പക്ഷേ നിങ്ങളത് മറന്നുപോയി, നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല, ആ ക്യാഷ് പോയി ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ. പക്ഷേ ഞാൻ നല്ല ആളായതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ക്യാഷ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തരാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്യാഷ് എൻ്റെ കയ്യിൽ വന്നപ്പോൾ ഒരു 5 yearsന് ശേഷം എൻ്റെ കയ്യിൽ ക്യാഷ് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയുവാണ് 1 lakh റുപ്പീസ് തരാൻ എൻ്റെ കയ്യിലില്ല, ഒരു 80,000 റുപ്പീസ് ഞാനിപ്പോൾ തരാം എന്ന് പറഞ്ഞ് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചു.
അപ്പോൾ ആ എഗ്രിമെൻറ്റ് വാലിഡ് ആണ്. ശരിക്കും ആ കേസിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്നും പേ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 80,000 റുപ്പീസ് പേ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കൺസിഡറേഷനായിട്ട് എമൗണ്ട് പേ ചെയ്യുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്നാലും ആ എഗ്രിമെൻറ്റ് വാലിഡ് ആണ്. പ്രോമിസ് ടു പേ, ടൈം ബാർഡ് ഡേറ്റ്. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഏജൻസിയുടെ കേസിൽ. അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയി എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റിൽ എംപ്ലോയിക്ക് വിത്തൗട്ട് കൺസിഡറേഷൻ വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ എഗ്രിമെൻറ്റ് വയ്ക്കുവാണ്. അതിൽ എംപ്ലോയി പറയുവാണ് എനിക്ക് കൺസിഡറേഷൻ ഒന്നും വേണ്ട, അപ്പോൾ എനിക്ക് ജോലി പഠിക്കാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ ജോലി ചെയ്യുവാണെന്ന് വിചാരിക്കുക. അത് വാലിഡാണ്. അതിൽ കൺസിഡറേഷൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാ കേസിലും സാലറി ഉണ്ടാവണം, അല്ലെങ്കിൽ സാലറി ഇത്ര രൂപയാണ് ആകണം എന്നാലേ അത് വാലിഡ് ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. എംപ്ലോയി എഗ്രിമെൻറ്റിൻ്റെ കേസിൽ വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ പോലും ആ എഗ്രിമെൻറ്റ് വാലിഡ് ആണ്. ദെൻ കംപ്ലീറ്റഡ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിഫ്റ്റ് ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഗിഫ്റ്റ് അല്ലെങ്കിൽ കൊടുക്കുന്ന ഗിഫ്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു ഫാദർ ഇൻ ലോ മകൻ കല്യാണം കഴിച്ച് പുതിയതായിട്ട് മരുമകൾ വീട്ടിലേക്ക് വന്നു. അപ്പം മരുമകളുടെ അടുത്തുള്ള ഇഷ്ടം കാരണം ഫാദർ ഇൻ ലോ പറയുവാണ്, എൻ്റെ പേരിലുള്ള ഒരു 10 സെൻറ്റ് സ്ഥലം നല്ല വിലയുള്ളതാണ്, ടൗണിൻ്റെ സെൻറ്ററിൽ തന്നെ ഉള്ളതാണ്, അപ്പോൾ ആ സ്ഥലം ഞാൻ നിനക്ക് ഗിഫ്റ്റായിട്ട് തന്നേക്കാം എന്ന് ഡീഡ് രജിസ്റ്റർ ചെയ്ത് വയ്ക്കുവാണ്. അപ്പോൾ അത് വാലിഡാണ്. ഇനി അതല്ലെങ്കിൽ ഒരു 5 lakhs റുപ്പീസിൻ്റെ നെക്ലസ്, ഇപ്പോൾ നിൻ്റെ അടുത്തുള്ള ഇഷ്ടം കാരണം ഞാൻ ഗിഫ്റ്റായിട്ട് ഒരു 5 lakhs റുപ്പീസ് മരുമകൾക്ക്, ഇപ്പോൾ മിസ്സിസ് എ ആണെന്ന് വിചാരിക്കുക, അപ്പോൾ മിസ്സിസ് എക്ക് ഒരു 5 lakhs റുപ്പീസിൻ്റെ സ്വർണത്തിൻ്റെ നെക്ലസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഞാൻ ഗിഫ്റ്റായിട്ട് തരുന്നു എന്ന് പറഞ്ഞാൽ അത് വാലിഡാണ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ആ മരുമകളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ എന്തെങ്കിലും? ഇല്ല. എന്നാലും ആ ഗിഫ്റ്റായിട്ട് ഗിഫ്റ്റ് ഡീഡ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നതായതുകൊണ്ട്, ഗിഫ്റ്റ് ഡീഡ് ത്രൂ കൊടുക്കുന്ന കംപ്ലീറ്റഡ് ഗിഫ്റ്റ് ആയതുകൊണ്ട് ആ എഗ്രിമെൻറ്റ് വാലിഡാണ്. നെക്സ്റ്റ് വരുന്നത് ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ഫോർ സം പർപ്പസ്. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ബുക്സ് കൊടുക്കാറില്ലേ? അപ്പോൾ അത് നിങ്ങൾ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് വിത്തൗട്ട് കൺസിഡറേഷൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ പൈസ തരണം എന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടാണോ നമ്മൾ കൊടുക്കുന്നത്? അല്ല. ഫ്രണ്ട് നോട്ട്സ് എഴുതാൻ ബുക്സ് വേണം, അല്ലെങ്കിൽ നോട്ട്സ് കംപ്ലീറ്റ് അല്ല, അപ്പോൾ ബുക്ക് ഒന്ന് തരാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബുക്ക് കൊടുക്കും. അപ്പോൾ അതിലെന്താ ചെയ്യേണ്ട? ആ ഫ്രണ്ട് ആ നോട്ട്സ് എഴുതി കഴിയുമ്പോൾ ബുക്ക് നമ്മൾക്ക് തിരിച്ചു തരും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതിന് നമ്മൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ക്യാഷ് മേടിക്കാറുണ്ടോ? ആരെങ്കിലും നമുക്ക് ക്യാഷ് തരാറുണ്ടോ? ഇല്ല. അപ്പോൾ അതുപോലെ അതാണ് നമ്മൾ ബെയിൽമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ആക്ടിവിറ്റീസിന്, ഡെലിവറി ഓഫ് ഗുഡ്സ് നമ്മൾ എന്തെങ്കിലും പർപ്പസിന് കൊടുക്കുകയാണെങ്കിൽ അത് എക്സെപ്ഷനാണ്. ആ കേസിൽ കൺസിഡറേഷൻ വേണമെന്ന് എല്ലാ കേസിലും നിർബന്ധമില്ല. പിന്നെ ചാരിറ്റിയുടെ കേസിൽ, അതായത് മറ്റൊരാളാണ് ചാരിറ്റി ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ അയാളുടെ നിർദ്ദേശപ്രകാരം അയാളുടെ ഒരു ലയബിലിറ്റി അല്ലെങ്കിൽ അയാൾ ചെയ്യാമെന്ന് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ചാരിറ്റി, ഒരു ഓർഫനേജ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഓർഫനേജിൽ 50,000 റുപ്പീസ് കൊടുക്കാമെന്ന് മിസ്റ്റർ എ പ്രോമിസ് ചെയ്തു. അപ്പം മിസ്റ്റർ എക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം മിസ്റ്റർ എ എൻ്റെ അടുത്ത് പറയുവാണ്, ഞാനിങ്ങനെ ആ ചാരിറ്റി ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഇത്ര രൂപ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇന്ന കാരണം കൊണ്ട് പറ്റുന്നില്ല, അപ്പം നിങ്ങൾ അത് കൊടുക്കാമോ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, കൊടുക്കാം. അപ്പോൾ ശരിക്കും ആ എഗ്രിമെൻറ്റ് വെച്ചത് ആരാണ്? മിസ്റ്റർ എയും ആ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലാണ്. എന്നാലും ഞാനാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ പൈസ 50,000 കൊടുക്കുമ്പോൾ എനിക്ക് ഇൻ റിട്ടേൺ എന്തെങ്കിലും കൺസിഡറേഷൻ വരുന്നുണ്ടോ? ഒന്നും വരുന്നില്ല. പക്ഷേ ചാരിറ്റി പർപ്പസിൽ ഒരാൾ പറഞ്ഞതിനനുസരിച്ച് ചെയ്യുന്ന ഒരാളുടെ ഒബ്ലിഗേഷൻ ഞാൻ ഏറ്റെടുത്ത്, അല്ലെങ്കിൽ അയാൾ ചെയ്യേണ്ട കാര്യം അയാൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഏറ്റെടുത്ത് ഞാൻ ചെയ്തോളാൻ സമ്മതിച്ച് ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ വിത്തൗട്ട് കൺസിഡറേഷനും ആ എഗ്രിമെൻറ്റ് വാലിഡാണ്. സോ നമ്മളുടെ കൺസിഡറേഷൻ എന്നുള്ള ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് വരെ എല്ലാവരും നന്നായി പഠിക്കുക. നന്നായിട്ടെന്നല്ല, നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ഓർത്ത് അഭിമാനം കൊള്ളുന്ന രീതിയിൽ നന്നായി പഠിക്കുക. സോ താങ്ക് യു വെരി മച്ച്.